ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഓണത്തിന് ട്രൈ ചെയ്യാൻ നോക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസമാണ് ഞാൻ കാണിക്കുന്നത്. ഇത് അധികം ആരും അങ്ങനെ ഓണത്തിന് പരീക്ഷിക്കാത്ത ഒരു പായസമാണ്. അപ്പോൾ നിങ്ങൾ ഇത്തവണത്തെ ഓണത്തിന് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. പഴപ്രഥമനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഇഷ്ടപ്പെടും, അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പഴം എടുത്തിട്ടുണ്ട്. ഇവിടെ 4 പഴമാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ ഒരു പാകത്തിലുള്ള പഴം എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതാകുമ്പോഴേ നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ ഇതിൻ്റെ തൊലി ഭാഗമൊക്കെ ഒന്ന് കറുത്ത് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നന്നായി പഴുത്തിട്ടുണ്ടത്. അപ്പോൾ ഇതുപോലെ 4 പഴം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ പഴമാണ് എടുത്തത്. അപ്പോൾ ഞാനിത് ഇവിടെ ഉരുളിയിലാണ് ഞാൻ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഉരുളിയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പഴം ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം, അതിനാവശ്യമുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഈ 4 പഴം ഇതുപോലെ ഞാനൊന്ന് മുറിച്ച് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക കേട്ടോ. ഒരു 10 മിനിറ്റ് വരെ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട് ഇത്. അപ്പോൾ നന്നായിട്ട് പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് 2 രീതിയിൽ ഇത് ചെയ്യാം കേട്ടോ. ഒന്നുകിൽ ഈ പഴം ഇങ്ങനെ തന്നെ ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതൊരു ഒന്ന് ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ച് അതും കൂടെ കുറച്ച് ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ഉണ്ട പോലെ തിക്കായി കിട്ടും. കുറച്ച് ലൂസ് ക്രീമി ടെക്സ്ചറിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴേ നമുക്കതിൻ്റെ പാകത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പഴമൊക്കെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. കാരണം നന്നായി പഴുത്ത പഴമായതുകൊണ്ട് തന്നെ നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 കിലോ ശർക്കര ഉരുക്കി വെച്ചതാണിത്. ഇത് നല്ല കറുപ്പ് ശർക്കര ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാവുമ്പോഴേ നല്ല കളർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊന്നും ഉരുക്കുന്നത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് ഉരുക്കി വെച്ചതാണ്. അപ്പോൾ ഇതൊന്ന് അരിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശർക്കരയൊക്കെ ചേർക്കുമ്പോൾ നന്നായി ഒന്ന് അരിച്ച് ചേർക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ മണ്ണോ കല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുണ്ടാകുമ്പോൾ നമുക്കൊരു കടിക്കൽ വരും. അപ്പോൾ അത് നമുക്ക് പായസത്തിന് ഒരു ബുദ്ധിമുട്ടല്ലേ കഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അരിച്ച ശേഷം മാത്രം ശർക്കര ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ശർക്കരയുടെ കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല ബ്ലാക്ക് കളറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഇടുമ്പോൾ നല്ല കളറായിരിക്കും നമ്മുടെ പായസത്തിന്. അതേപോലെ വെള്ള ശർക്കര ചേർത്താൽ നമുക്ക് ഇത്രയും കളർ കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭംഗി അങ്ങോട്ട് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഈ കളറുള്ള ശർക്കര തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ പഴം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ തീയൊക്കെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിലിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. അപ്പോൾ തീയൊക്കെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കലക്കിയിട്ട് ഇത് ശരിയാവുന്നില്ല. അപ്പോൾ ഞാൻ ആ സ്മാഷർ തന്നെ എടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്കിത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പഴം വെന്ത് കഴിഞ്ഞാൽ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് ഈ ശർക്കര പാനിയും ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഒരു ക്രീമി ടെക്സ്ചറായിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ പഴം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പഴമൊക്കെ നന്നായിട്ട് ഈ ശർക്കരയിലും നെയ്യിലും കിടന്ന് വരട്ടിയെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. നല്ല ടേസ്റ്റാണ് ഈ പായസം കഴിക്കാൻ. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വരട്ടി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ നെയ്യ് ഇങ്ങനെ ഇടയ്ക്ക് ഈ വെള്ളമൊക്കെ ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നുകൂടെ ഇത് നന്നായി വരട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഇപ്പം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊരു അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ, അല്ലെങ്കിൽ ഈ പഴക്കം വേഗം അടുക്കി പിടിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ലിറ്റർ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, ശർക്കര ഞാൻ ഇതിലേക്ക് 1/2 കിലോ ശർക്കരയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ അത് ശർക്കര ഉരുക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പാകത്തിനനുസരിച്ചുള്ള മധുരം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല മധുരമുള്ളൊരു പായസമായിരുന്നു. പിന്നെ ശർക്കര ആയതുകൊണ്ട് നമുക്ക് അത്ര മടുപ്പ് തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്, ഈ പായസം നമ്മൾ സദ്യ കഴിച്ച് കഴിഞ്ഞാൽ ഇലയിൽ ഒഴിച്ച് കഴിക്കണം. അതാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി പായസമാണ്. അപ്പോൾ ഞാൻ ഈ തേങ്ങാപ്പാലൊക്കെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക.
കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്കത് ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ചുക്കിൻ്റെ പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് തന്നെ കുറേ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഈ തീന്ന് ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കണം. കണ്ടോ, പായസം നല്ല കുറുകി തിക്കായി വന്നിട്ടുണ്ട്. പിന്നെ നല്ല കൊത്തി പിടിപ്പിക്കുന്ന ഒരു സ്മെല്ലും കൂടെ ഉണ്ട് കേട്ടോ. കാരണം ഇത് പഴം നെയ്യും ഒക്കെ ആയതുകൊണ്ട് നല്ല തേങ്ങാപ്പാൽ ചെയ്തെടുത്തല്ലേ. അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്കുള്ള ഒരു വറവ് കൂടെ റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്കത് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ആ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പായസത്തിൽ കടിക്കാനെന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുമില്ല, നമ്മൾ പഴം ഉടച്ച് ചേർക്കുന്നതല്ല അതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ കുറച്ച് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനും കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ വാഴയിലയിൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഈ പായസം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കുഴച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അതുപോലെ പപ്പടം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പപ്പടം കൂടെ ചേർത്ത് കൊടുത്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ കുഞ്ഞി പപ്പടം ഉണ്ടാക്കി പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിലേക്കൊന്ന് പൊട്ടിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കഴിക്കാനാട്ടോ ഇത് കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത്. സാധാരണ നമുക്ക് കുടിക്കാനും നല്ല അടിപൊളി പായസമാണ്. അതുപോലെ തന്നെ ഇതുപോലെ ഇലയിലൊഴിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പഴപ്രഥമൻ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.